മേക്കപ്പ് വിത്ത് ബഡായി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കോളേജിൽ ചെറിയൊരു ഓണപരിപാടി നടക്കുന്നുണ്ട്. എനിക്ക് തീരെ മൂഡിൽ പോവാൻ, പക്ഷെ ഐ ഹാവ് ടു. ഇതുവരെ എന്റെ കോളേജും പഠിത്തമൊന്നും കഴിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരോട്, ഇല്ല, ഇതുവരെ ഞാൻ പഠിക്കായിരുന്നു, ഇപ്പൊ ഞാൻ പഠിപ്പിക്കാണ്. സ്റ്റുഡൻസിന് മുമ്പിൽ കുറച്ച് ഷോ ഇറക്കണമെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇട്ടാലേ നടക്കൂ. ഇപ്പൊ പിന്നെ പണ്ടത്തെ ഒരു വൈബൊന്നും അല്ല. എന്തിനാ ലിപ്സ്റ്റിക് ഇട്ടത്, കണ്ണെഴുതി വന്ന എന്തിനാന്ന് അറിയാം, ആരെ വളക്കാനാന്ന് അറിയാം, അങ്ങനത്തെ ഒരു വൈബൊന്നും അല്ല. സ്റ്റുഡൻസ് ഇട്ട ലിപ്സ്റ്റിക് ഷെയ്ഡ് നല്ലതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വയ്ക്കും ഏതാ ഷെയ്ഡെന്ന്, നമ്മളത് അവർ ഇങ്ങോട്ടും ചോദിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ചിൽ ടീച്ചറാണ്. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഞാനാണ് കുറച്ചുകൂടി ശരിക്കും ഞാൻ. ടീച്ചിങ് ലൈഫിൽ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പാ തോന്നുന്നു. കാരണം ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് അധികം സ്റ്റുഡൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നും വേറെ കുട്ടികൾക്ക് അത് അവരുടെ മാർക്കിലും റിഫ്ലക്ട് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അതിന്റെ ആവശ്യമില്ല, ഞാൻ ക്ലാസ് എടുക്കാത്ത കുട്ടികളുടെ ഞാൻ കുറച്ചുകൂടി കമ്പനിയാണെന്ന് തോന്നും. അല്ലെങ്കിൽ എനിക്ക് തോന്നും ഇവർക്ക് തോന്നുമോ ഞാൻ മാർക്ക് ഇടുമ്പോഴൊക്കെ പാർഷ്യാലിറ്റി ആണ്, ആ ഒരു ഫീലാണ്. അതാണ് കറക്റ്റ് രീതി എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഇറ്റ്സ് അപ് ടു യു. ഇതെന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. കണ്ണു നല്ല ഡ്രമാറ്റിക് ആയില്ലേ ഇവിടെ ഒരു കുത്തുമെന്ന്. ഇന്ന് ചെറിയൊരു ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ പോകാൻ വലിയൊരു മൂഡൊന്നും ഇല്ല. ഈവൻ ഞാൻ കഴിഞ്ഞ വർഷത്തെ സാരി അതൊക്കെ തന്നെയാണ്. പക്ഷെ സൂഫിനോട് പറഞ്ഞു ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു മൂഡ് വരും. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് കൊടുക്കാം. ഒരു പൊട്ടും കൂടി വെച്ചാലോ എന്നുണ്ട് എനിക്ക്. ഇവിടുന്ന് ആന്റി തന്നതാ പൊട്ട്. കമ്മല് ശരിക്കും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നുള്ള ബ്ലൗസ്, കഴിഞ്ഞ ഓണത്തിനുള്ള സാരി, കമ്മലിന്റെ ഫ്രണ്ടിന്റെ, പൊട്ട് ആന്റിന്റെ. സൂഫിക്ക് ഫ്ലവർ ഒക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ പിങ്ക് മതി എന്ന് പറഞ്ഞു. എപ്പോഴും മുല്ലപ്പൂവൊക്കെ അല്ലേ, സോ ഞാൻ പിങ്ക് മതി എന്ന് പറഞ്ഞു. വലിയ കാര്യത്തിൽ പൂവൊക്കെ വാങ്ങി, ഞങ്ങൾക്ക് പൂ വെക്കാൻ അറിയില്ല. അപ്പൊ ബൈ.